JT കൊമേഴ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് മുഴുവൻ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബികോമിന് അതേപോലെ CA ഇന്ററിനും ഒക്കെ വളരെ ആവശ്യമുള്ള ഒരു ഭാഗം. ഒരുപാട് കുട്ടികളുടെ ആവശ്യപ്രകാരം കൂടിയാണ് ഇന്ന് ഈ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഈ ഇത്ര വലിയ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്, ഏതാണ് ഇത്രത്തോളം, അല്ലെങ്കിൽ പ്രധാനമായിട്ടും കുറെ കുട്ടികളൊക്കെ ചോദിച്ച സ്ഥിതിക്ക് അത്ര വലിയ പ്രാധാന്യമുള്ള ചാപ്റ്റർ ആണോ എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും. യെസ്, അതെ, അത്തരം ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ പറയുന്നത് കമ്പനി അക്കൗണ്ട്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലവരെങ്കിലും യെസ്, അമാൽഗമേഷൻ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടുള്ള ചാപ്റ്റർ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. വെള്ളം കുടിക്കാനൊന്നും ഇല്ല, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞുതരും നിങ്ങൾക്ക്. ഞാൻ അമാൽഗമേഷനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച മറ്റൊരു സാധനമാണ് അബ്സോർപ്ഷൻ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരെണ്ണമാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബികോം പഠിക്കുന്നവർക്ക് അവർക്ക് 4th സെമ്മിലൊക്കെ ആയിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഈ CAയുടെ ഇന്ററിന്റെ ഭാഗത്തൊക്കെ നമ്മൾ കമ്പനി അക്കൗണ്ട്സിന്റെ ഭാഗത്തൊക്കെ വളരെ ഡെപ്തിൽ കയറി വരുന്നൊരു ഭാഗമാണ് അമാൽഗമേഷൻ അബ്സോർപ്ഷന്റെ കണക്കുകൾ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മുഴുവൻ പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ ഓരോ വീഡിയോയും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടേ വരത്തില്ല. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കൊമേഴ്സിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ കൂട്ടുകാരോടും പറയണം, ഇതുപോലെ ചാനലുണ്ട്, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളൊക്കെ വന്ന് ഇവിടെ നമുക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ കൂടുതൽ പേര് പറയുന്ന ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ ബ്രീഫായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പൊ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമാൽഗമേഷൻ അബ്സോർപ്ഷനിലെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടപിരിഞ്ഞ് കിടക്കുന്ന ഐറ്റങ്ങളാണെന്ന് പറയാം. അപ്പൊ നമുക്കൊന്ന് കാര്യങ്ങളെ ഒന്ന് വിശദമാക്കി മനസ്സിലാക്കിയെടുക്കാം. ഞാൻ വളരെ സിമ്പിൾ ആയ രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബിസിനസ് എടുക്കുകയാണ്. A എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ഒരു കുഞ്ഞു ബിസിനസ് എടുക്കുകയാണ്. കുഞ്ഞു ബിസിനസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ളതാണ്. ഇവര് ബുക്ക് മാനുഫാക്ചർ ചെയ്യുന്നതാണ് അത്യാവശ്യം അസ്യൂം ചെയ്തെടുക്കുക. അപ്പൊ എന്താണ്, A എന്നൊരു ലിമിറ്റഡ് ബിസിനസ് എടുത്തു, ഒരു ബുക്ക് മാനുഫാക്ചർ ആണ്. അതേ മാർക്കറ്റിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കമ്പനി ഞാൻ എടുക്കുകയാണ്. അവരുടെ പേര് B എന്ന ലിമിറ്റഡ് എടുക്കുന്നു. അപ്പൊ B എന്ന ലിമിറ്റഡും ഇതേപോലെ ബുക്ക് തന്നെയാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതിശക്തമായ രീതിയിലുള്ള കോമ്പറ്റീഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ വലിയ കോമ്പറ്റീഷൻ ആണെന്ന് തന്നെ പറയാം ഇവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ എക്സാമ്പിൾ നോക്കുക, ഇവരൊരു 30 രൂപയ്ക്ക് ബുക്ക് വിൽക്കുമ്പോൾ ഇവർ നേരെ പോയിട്ട് 29 രൂപയ്ക്ക് ബുക്ക് വിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ കസ്റ്റമേഴ്സ് ഇവർക്ക് കിട്ടുന്നു. അവര് ഒരേ മെറ്റീരിയലാണ്, ഒരേ ബുക്കുകളാണ്, അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ബുക്കുകളാണ് ഇവരെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. 29 രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവർ തിരിച്ചു പിടിക്കുന്നു. ഇവർ 27 രൂപയ്ക്ക് അതേ ബുക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇവരതൊരു 26 രൂപയ്ക്ക് പിടിക്കുന്നു. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു. അഡ്വർടൈസ്മെന്റിന്റെ ഭാഗത്ത് നോക്ക്, ഇവരൊരു 10 ലക്ഷം രൂപയുടെ അഡ്വർടൈസ്മെന്റ് ചെയ്ത് പരസ്യങ്ങൾ നൽകുന്നുവെങ്കിൽ ഇവരപ്പുറത്തേക്ക് ഒരു 11 ലക്ഷം രൂപയുടെ പരസ്യം നൽകുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവരൊരു 12 ലക്ഷം നൽകുമ്പോൾ ഇങ്ങനെ പോവുകയാണ്. 12 ലക്ഷം അല്ലെങ്കിൽ ഇവര് 14 ലക്ഷം രൂപയുടെ പരസ്യങ്ങൾ നൽകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വലിയ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരേ രീതിയിൽ ഉള്ള രണ്ട് കമ്പനികൾ തമ്മിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അവർ തമ്മിൽ ഇത്തരത്തിലെ കട്ട് ത്രൂ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇവർ തമ്മിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ളതും മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യുക, അതേപോലെ ഈ കോമ്പറ്റീഷനെ നമുക്ക് അവോയ്ഡ് ചെയ്യുക, മാർക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യുക, എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇവർ തീരുമാനിക്കുന്നു എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൂടാ. എന്തുകൊണ്ട് ഇവർക്ക് ഒരുമിച്ച് നിന്നുകൂടാൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ തമ്മിൽ ഒരു തീരുമാനത്തിൽ എത്തുന്ന, ഒരു പൊതുധാരണയിൽ എത്തുകയാണ്. ഇവർ രണ്ടുപേരുടെ ചേർന്ന് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ കമ്പനിക്ക് രൂപം കൊടുക്കുന്നു. ആ പുതിയ കമ്പനിയുടെ പേരാണ്, ശ്രദ്ധിക്കൂ, ആ പുതിയ കമ്പനിയുടെ പേര്, ഇവരുടെ രണ്ടുപേരുടെ പേര് ചേർത്ത് നമുക്ക് പറയാം AB ലിമിറ്റഡ് എന്ന് പറയാം.
ഓക്കെ ആണല്ലോ. AB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിക്ക് രൂപം കൊടുത്തു. അപ്പൊ ഒരു കാര്യം മനസ്സിലായത് വളരെ വേഗത്തിൽ നോക്കുക, ഇതൊരു ഓൾഡ് കമ്പനിയാണ്, ഇതൊരു ഓൾഡ് കമ്പനിയാണ്. ഇവിടെ ഒരു ന്യൂ കമ്പനിക്ക് ഫോം ചെയ്യപ്പെട്ടു, ഒരു പുതിയ കമ്പനി ഫോം ചെയ്തു. രണ്ട് കമ്പനികൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ചേർന്നുകൊണ്ട് ഒരു പുതിയ കമ്പനി ഉണ്ടായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ A എന്ന കമ്പനി ഇല്ലാതെയാകുന്നു. ഇതിനെ നമ്മൾ ഡിസല്യൂഷൻ എന്ന് വിളിക്കും. നിങ്ങൾ പാർട്ണർഷിപ്പിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് ഡിസല്യൂഷൻ അല്ലെ? റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അത്തരത്തിൽ ഒന്നാമത്തെ ബിസിനസ് അല്ലെങ്കിൽ കമ്പനി ആയിട്ടുള്ള A ലിമിറ്റഡ് എന്ത് ചെയ്യുന്നു? ഡിസല്യൂഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ B ലിമിറ്റഡിനും സംഭവിക്കാം, ഡിസല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഈ രണ്ട് ബിസിനസ്സുകളെയും അവരുടെ അസറ്റുകളെ ലൈബിലിറ്റി എല്ലാം ചേർത്തുകൊണ്ട് ഉണ്ടായ പുതിയ ബിസിനസ്, ഈ രണ്ട് ബിസിനസ്സുകളെയും എന്ത് ചെയ്തിരിക്കുന്നു? പർച്ചേസ് ചെയ്തതുകൊണ്ട് ഈ പുതിയ കമ്പനി നമുക്ക് ബിസിനസ് പർച്ചേസ് എന്ന് പറയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, രണ്ട് കമ്പനികൾ അവരുടെ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി, മാർക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് അവര് മാർക്കറ്റ് ക്യാപ്ചറിങ്ങിന് വേണ്ടി, എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യുന്നു? രണ്ട് കമ്പനികൾ പലപ്പോഴും ഒരു പുതിയ ബിസിനസ്സായി രൂപാന്തരം പ്രാപിക്കാറുണ്ട്. ഇങ്ങനെ രണ്ട് കമ്പനികൾ ബ്ലെൻഡ് ചെയ്ത് ഒരു പുതിയ ബിസിനസ് ഉണ്ടാകുന്ന സാഹചര്യത്തെയാണ് നാം എന്ത് വിളിക്കുന്നത്? അമാൽഗമേഷൻ എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് നോക്കാം, മറ്റൊരു ചെറിയ ഉദാഹരണത്തിലേക്ക് തന്നെ പോകാം. എന്താണ് അവിടെ നമ്മൾ പറയുന്നത്? ഒരു A ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് എടുക്കുന്നു. ഒരു ചെറിയ ബിസിനസ് ആണ്. എന്നാൽ അവിടെ തന്നെ ആ മാർക്കറ്റിലുള്ള അത്യാവശ്യം വലിയ ഒരു ബിസിനസ് ആണ്. അതേ സമാനമായ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരാണ് B ലിമിറ്റഡ്. ഇപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇവിടെയും വലിയ കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും തങ്ങളോളം വലുതല്ലെങ്കിലും ചിലപ്പോൾ തങ്ങളോളം തന്നെ അത്രയും വലുപ്പമുള്ളതുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. ഒരു ചെറിയ ബിസിനസ്, ഒരു വലിയ ബിസിനസ്, ഒരേപോലെ ബിസിനസ് ചെയ്യുന്നവരാണ്. ബുക്ക് തന്നെ നമുക്ക് എടുത്ത ബുക്ക് മാനുഫാക്ചേഴ്സ് ആണ്. അപ്പൊ ഇവർ തീരുമാനിക്കുകയാണ്, ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താ തന്നെ വലിയ കമ്പനികൾ പലപ്പോഴും എന്ത് ചെയ്യും? ഈ കുഞ്ഞു കമ്പനികളെ ഈ കാലാകാലങ്ങളിൽ അങ്ങ് വിഴുങ്ങാറുണ്ട്. ഇത് സംഭവിക്കുന്നില്ല. കടലിലുള്ള വലിയ മത്സ്യങ്ങൾ, ചെറിയ മത്സ്യങ്ങൾ എന്ത് ചെയ്യും? വിഴുങ്ങാറുണ്ട്. അതുപോലെ ഇവിടെ ചെയ്യാൻ പോകുന്നതാണ്, A എന്ന് പറയുന്ന ഈ ചെറിയ ബിസിനസിനെ ആരങ്ങ് വിഴുങ്ങി? ഈ B എന്ന് പറയുന്ന ബിസിനസ് അങ്ങ് വിഴുങ്ങുന്നു പറയുമ്പോൾ അവരകത്തേക്ക് അങ്ങ് എന്താണ് എടുക്കുന്നു. അപ്പൊ A എന്ന് പറയുന്ന ബിസിനസിന്റെ പൂർണ്ണമായ അസറ്റും ലൈബിലിറ്റിയും എല്ലാം ചേർത്ത് ആ ബിസിനസിനെ പൂർണ്ണമായി ആരിലേക്ക് ലയിപ്പിക്കുന്നു? Bയിലേക്ക് ലയിപ്പിക്കുന്നു. ഇങ്ങനെ അകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാറ്റഗറി എന്ത് വിളിക്കാം? അബ്സോർപ്ഷൻ എന്ന് വിളിക്കാം. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഇതൊരു ഓൾഡ് ആണ്, ഇതും ഒരു ഓൾഡ് ആണ്. അതിനർത്ഥം ഇവിടെ രണ്ട് കമ്പനികളും ഓൾഡ് ആണ്, അവിടെ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നില്ല. ഇനി മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ A എന്ന കമ്പനിക്ക് എന്ത് സംഭവിക്കുന്നു? ഡിസല്യൂഷൻ സംഭവിക്കുന്നു. A എന്ന കമ്പനിക്ക് എന്ത് സംഭവിക്കുന്നു? ഡിസല്യൂഷൻ സംഭവിക്കുന്നു. ഇവിടെ ഇത് പർച്ചേസ് ചെയ്ത കമ്പനി ഏതാണ്? ഈ പറയുന്ന B ആണ്. അതിനെ ബിസിനസ് പർച്ചേസ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ? അപ്പൊ ഒരു ഡിസല്യൂഷനും ഒരു ബിസിനസ് പർച്ചേസും, ഒരു ഡിസല്യൂഷനും ഒരു ബിസിനസ് പർച്ചേസും എങ്കിൽ ഇത്തരത്തിൽ ഒരു കമ്പനിയെ മറ്റൊരു കമ്പനി അകത്തേക്ക് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യത്തെയാണ് നാം, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് വിളിക്കുന്നത് അബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ രണ്ടിടത്ത് നിങ്ങൾ അറിയേണ്ട കാര്യം, നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾക്ക് രൂപം നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ് 14. ശ്രദ്ധിക്കണേ, അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ് 14 ഞാൻ എടുക്കുകയാണ്. ഈ 14-നകത്താണ് അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷനെ പറ്റി പറയുന്നത്. ഏതിനെ പറ്റി പറയുന്നു? അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷനെ പറ്റി പറയുന്ന പാരഗ്രാഫ് 3 സബ്സെക്ഷൻ E അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14-നകത്താണ് ഏതിനെ പറ്റി പറയുന്നത്? അമാൽഗമേഷനെ പറ്റി പറയുന്നത്. അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷനെ പറ്റി പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കൂ നിങ്ങൾ, അവിടെ എടുത്തു പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ, അമാൽഗമേഷൻ എന്ന് പറയുന്ന എടുക്കുമ്പോ അതിനകത്ത് ഇൻക്ലൂഡ്, ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം, ഇൻക്ലൂഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തിനെ? അബ്സോർപ്ഷനെ കൂടി. വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? അമാൽഗമേഷൻ അകത്ത് തന്നെ എന്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? അബ്സോർപ്ഷനെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ ഒരേ രീതിയിൽ ഒരേ സിസ്റ്റം പ്രകാരമാണ് ചെയ്യുന്നത്, സെയിം സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം സമാനമായ രീതിയിൽ തന്നെയാണ്. ഇവിടെ വലിയ പ്രോബ്ലമായി വരുന്നത് ഏതായിരിക്കും? അമാൽഗമേഷൻ. എന്തുകൊണ്ട്? രണ്ട് ഡിസല്യൂഷനുകൾ ഉണ്ടാവുകയും ഒരു ബിസിനസ് പർച്ചേസും മാത്രം സംഭവിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഡിസല്യൂഷൻ സംഭവിക്കുകയും ഒരു ബിസിനസ് പർച്ചേസും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അമാൽഗമേഷൻ അത്യാവശ്യം വലിയൊരു പ്രോബ്ലം ആയിരിക്കും. ഇതേ രീതി തന്നെ ഇവിടേക്ക് വരുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ഡിസല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രത്യേകത. അപ്പൊ ഓർത്തിരിക്കാമല്ലോ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14-നകത്താണ് അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷനെ പറ്റി പറയുന്നത്. അവിടെ അമാൽഗമേഷൻ ഇൻക്ലൂഡ് എന്തിരിക്കുന്നു? അബ്സോർപ്ഷനും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇനി അടുത്തൊരു സാധനം ഉണ്ടല്ലോ, എന്താണ്? എക്സ്റ്റേണൽ അല്ലെ?
എന്താണെന്ന് വളരെ സിമ്പിൾ ആയി നോക്കാം നമുക്ക്. യെസ്, ഇവിടെ ഞാനൊരു ചെറിയ ബിസിനസ്സിന് എടുക്കുന്നു. എ എന്ന് പറയുന്ന ലിമിറ്റ് തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം. എ എന്ന് പറയുന്ന ബിസിനസ്സിന് എടുക്കുന്നു. തൊട്ടടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടേക്ക് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എ എന്ന് പറയുന്ന ബിസിനസ് നിലവിൽ വലിയ ഒരു നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷമായി നഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കമ്പനിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലീഗലായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർക്ക് നിലനിൽക്കാൻ കഴിയാത്ത രീതിയിൽ ലീഗൽ പ്രശ്നങ്ങളിലൂടെ ഇല്ലീഗൽ ബിസിനസ് ചെയ്തതിന്റെ ഭാഗമായിട്ടൊക്കെ നിലനിൽക്കാൻ കഴിയുന്നില്ല, മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുമെന്ന് കാണുമ്പോൾ അവർ സ്വാഭാവികമായി എന്ത് ചെയ്യും? അവരുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറുകളിൽ ഒരു മാറ്റം വരും. സോ റീഓർഗനൈസിംഗ് ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. അത്തരത്തിലൊരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവർ AAA എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയ ബിസിനസ്സായി രൂപാന്തരം പ്രാപിക്കുന്നു. ഓർക്കണം, വളരെ കൃത്യം ഓർത്തിരിക്കേണ്ട, ഇവിടെ ഒരു ഓൾഡ് ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇല്ലാതെയാകുന്നു. അതിന് കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായ നഷ്ടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും ലീഗലായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവിടെ അവർക്ക് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? ഈ കമ്പനിക്ക് അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചറുകളിൽ മാറ്റം വരുത്തി മറ്റൊരു കമ്പനിയായി അവർ രൂപാന്തരം പ്രാപിക്കുന്നു. ഇങ്ങനെ രൂപാന്തരം പ്രാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തെയാണ് നാം എന്ത് വിളിക്കുന്നത്? എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഈ ഒരു കമ്പനിക്ക് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. ഇതിനെ എന്ത് വിളിക്കാം? ബിസിനസ് പർച്ചേസ് എന്ന് വിളിക്കാം. ഓക്കെ, 3 ടേമുകൾ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ, എന്താണ് അമാൽഗമേഷൻ, എന്താണ് അബ്സോർപ്ഷൻ, എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷനെ പറ്റി പറയുന്നു. ഇൻക്ലൂഡ് അബ്സോർപ്ഷൻ കൂടെ ഉണ്ട്. സോ ആ ഭാഗമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 ഇനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 പറ്റിയാണ് അല്ലെ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷനെ പറ്റി പറയുന്നത് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ പാരഗ്രാഫ് 3 സബ്സെക്ഷൻ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 വിശദമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമാൽഗമേഷൻ ഇൻക്ലൂഡ് അബ്സോർപ്ഷൻ ആണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ദ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ഓർ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സംഭവം എന്താണ്? നമ്മൾ ഈ അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ എടുക്കാം. നമുക്ക് അമാൽഗമേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ 2 രീതിയിലാണ് അക്കൗണ്ടിംഗ് പർപ്പസിന് വേണ്ടി അക്കൗണ്ടിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുന്നത്. ഏതൊക്കെ രീതിയാണ് പരിഗണിക്കേണ്ടത്? അപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 ഇത് പറയുന്നത്. എന്താ പറയുന്നത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 എന്ന് വിശദമാക്കുന്നു. അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ദ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് എന്ന ഒരു പോയിന്റ് പറഞ്ഞിട്ടാണ്. ഇൻ ദ നേച്ചർ ഓഫ് ഏതെന്ന് പറഞ്ഞു? മെർജർ. സോ ഞാൻ ആദ്യം ഒരു സാധനം പറഞ്ഞു, മെർജർ എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നു. അതേപോലെ മറ്റൊന്ന് പറഞ്ഞു ഇൻ ദ നേച്ചർ ഓഫ് എന്താണ്? നേച്ചർ ഓഫ് പർച്ചേസ്. അപ്പൊ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, അപ്പൊ ഇതൊരു ഇൻ ദ നേച്ചർ ഓഫ് മെർജർ നമുക്ക് എടുക്കാം. ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. ഓക്കെ, ഈ 2 ഘട്ടങ്ങൾ നോക്കുക നിങ്ങൾ. ഇൻ ദ നേച്ചർ ഓഫ് മെർജറും ഉണ്ട്, അതേപോലെ എന്താണ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസും ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ എന്ന് പറയുന്നതിന്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നല്ലോ. അമാൽഗമേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ദ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ഓർ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസർ. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുന്ന കേസിലാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, ഇത് എങ്ങനെ മനസ്സിലായി? എന്താണ് ഈ മെർജർ എന്ന് പറയുന്ന കേസ്, എന്താണ് പർച്ചേസർ എന്ന് പറയുന്ന കേസ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 പറയുന്നത് മെർജർ ആകണമെങ്കിൽ 5 പ്രധാനപ്പെട്ട കണ്ടീഷൻസുകൾ ഫുൾഫില്ല് ചെയ്തിരിക്കണം. എന്താ പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ മെർജർ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന 5 കണ്ടീഷൻസ്. സോ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ 5 കണ്ടീഷൻസ് ആയി വിശദമാക്കാൻ വേണ്ടി പോകുന്നത്. ഈ 5 കണ്ടീഷൻസുകളും ഫുൾഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ അത് ഏതായി പരിഗണിക്കത്തുള്ളൂ? അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആയി പരിഗണിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനോ ഒന്നിലധികം കണ്ടീഷൻസുകളോ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല
എങ്കിൽ, അൺസാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അതിനെ എന്തും വിളിക്കാം? ഇൻ ദ നേച്ചർ ഓഫ് അമാൽഗമേഷൻ, ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് വിളിക്കാം. നമ്മൾ ഈ 5 കണ്ടീഷൻ പറയുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറഞ്ഞു 2 കമ്പനി, ഇപ്പൊ എ എന്നൊരു ലിമിറ്റഡ് പറയുന്നു, ബി എന്നൊരു ലിമിറ്റഡ് പറയുന്നു. എ എന്ന് പറയുന്നത് ബി എ ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ചില പേരുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ബിസിനസ്സിനെ എടുക്കുന്നു, കമ്പനി എടുക്കുന്നു. അതുപോലെ തന്നെ ബി ലിമിറ്റഡിനെയാണ് അവർ ഏറ്റെടുക്കുന്നത് എന്ന് വിചാരിക്കുക. സോ നമുക്ക് 2 കമ്പനികളാണ്. ഏതൊക്കെയാണ് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ഒരു പർച്ചേസിംഗ് കമ്പനിയും ബി ഒരു ഏതാണ് വെൻഡർ കമ്പനി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി പേരുകളൊക്കെ നമുക്ക് ഓരോ നൽകാം. അപ്പൊ എ എന്ത് ചെയ്യാൻ പോകുന്നു? ബി എ ഏറ്റെടുക്കുകയാണ്, ഇങ്ങോട്ട് എടുക്കുകയാണ്. അതിന് അബ്സോർപ്ഷൻ കൂടി ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയ ഒരു കാര്യം, ഇവിടെ ഒരെണ്ണം ഡിസൊല്യൂഷൻ സംഭവിക്കുകയും ഒരു പുതിയ കമ്പനി ഉണ്ടാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനിക്ക് അകത്തേക്ക് വരികയും ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പരിഗണിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സെന്റൻസുകളിലൊക്കെ പേരുകൾ വന്ന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണ് ഒന്നാമത്തെ ഒരു പേര് കൊടുക്കുന്നത്. ഈ എ എന്ന് പറയുന്ന പർച്ചേസിംഗ് കമ്പനിയെ നമ്മൾ വിളിക്കുന്ന അമാൽഗമേറ്റഡ് എന്ന് വിളിക്കാറുണ്ട്. അത് വിളിക്കുന്നു അമാൽഗമേറ്റഡ് എന്ന കമ്പനി, അമാൽഗമേറ്റഡ് കമ്പനി എന്ന് അറിയപ്പെടുന്നു. ബി എ നമുക്ക് അതേപോലെ അമാൽഗമേറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം, ഇത് നിങ്ങളുടെ സെന്റൻസുകളൊക്കെ വരും അമാൽഗമേറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് അറിയപ്പെടുന്നു. അപ്പോ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരെന്ന് വിളിക്കാം അമാൽഗമേറ്റഡ് കമ്പനി എന്നും, അല്ലെങ്കിൽ ഇതാണ് അമാൽഗമേറ്റിംഗ് എന്നും വിളിക്കാം. ഇനിയും ഒരു പേരുണ്ട്, അതിനെ ട്രാൻസ്ഫറി. ശ്രദ്ധിക്കണേ, ട്രാൻസ്ഫറി എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഇതിനെ ട്രാൻസ്ഫേർഡ് കമ്പനി എന്ന് വിളിക്കുന്നു, ട്രാൻസ്ഫേർഡ് കമ്പനി എന്ന് വിളിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ ഒരു പേര് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ പർച്ചേസിംഗ് കമ്പനി. ഇവരാണ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് കമ്പനി എന്ന് അറിയപ്പെടാം. ഇവരെ എന്തറിയപ്പെടുന്നു? ഇതാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് വെൻഡർ കമ്പനി. ഓക്കെ, ഈ 3 പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി, സെന്റൻസുകളൊക്കെ പറയാൻ നേരത്ത് തിരിഞ്ഞു പോകരുത്. ഓർക്കുക, എ എന്ന കമ്പനി ബി എ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഇവന് ഡിസൊല്യൂഷൻ സംഭവിക്കുകയും ഇതിനകത്തേക്ക് വരികയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓർത്തിരിക്കണം, എന്താണ് എ എന്ന് പറയുന്നത് ബി എ പർച്ചേസ് ചെയ്തുവെങ്കിൽ വിളിക്കുന്ന ഏതൊക്കെയാണ്? എ ആരാണോ ഏറ്റെടുത്തത് അവരെ അമാൽഗമേറ്റഡ് കമ്പനി എന്ന് വിളിക്കാറുണ്ട്. ട്രാൻസ്ഫറി കമ്പനി, തെറ്റിക്കല്ല, ഇത് ഒരുപാട് ട്രാൻസ്ഫർ തിരിഞ്ഞു പോകില്ല. ട്രാൻസ്ഫറി കമ്പനി എന്നറിയപ്പെടുന്നുണ്ട്, പർച്ചേസിംഗ് കമ്പനി എന്നറിയപ്പെടുന്നുണ്ട്. ഇനി ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എങ്ങനെ അറിയപ്പെടുന്നു? നമുക്ക് കോമൺ ആയി എപ്പോഴും അറിയപ്പെടുന്നത് വെൻഡർ എന്നാണ്, അല്ലെ? വെൻഡർ കമ്പനി എന്ന് വിളിക്കുന്നു. ട്രാൻസ്ഫേർഡ് ചെയ്ത കമ്പനി എന്നറിയപ്പെടുന്നു അമാൽഗമേറ്റിംഗ് എന്ന്. ഇത് അമാൽഗമേറ്റഡും ഇത് അമാൽഗമേറ്റിംഗുമാണ്. ഈ 3 പേരുകൾ ഓരോരുത്തരെ അറിഞ്ഞിരിക്കണം. മറ്റു പേരുകളാണ് എന്തിനാ വെച്ചാൽ നമുക്ക് തരുന്ന സെനൻസുകളിലൊക്കെ തന്നെയും നമുക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. സോ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ഈ 3 പേരുകളും? അപ്പം അമാൽഗമേറ്റഡ്, ട്രാൻസ്ഫറി ആൻഡ് പർച്ചേസിംഗ് കമ്പനി. ഇവിടെ എങ്ങനെ വിളിക്കാം? അമാൽഗമേറ്റിംഗ്, ട്രാൻസ്ഫേർഡ്, വെൻഡർ കമ്പനി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്ന 5 കണ്ടീഷൻസ് ആണ് അടുത്തായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമ്മൾ 5 കണ്ടീഷൻസ് ആണ് വരണമെന്ന് പറഞ്ഞത്, ശരിയല്ലേ? അപ്പൊ എവിടെയാണ് നമ്മൾ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞ അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പറയുന്നു. 2 രീതിയിലാണ് അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? വെദർ ദ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ഓർ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. സോ നമ്മൾ ആദ്യത്തെ ഭാഗം പറയുന്നു, ഇത് മെർജർ ആകണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന അമാൽഗമേഷൻ, അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ മെർജർ എന്ന കേസ് ആകണമെങ്കിൽ 5 കണ്ടീഷൻസുകളുണ്ട്. അത് ഫുൾഫില്ല് ചെയ്തിരിക്കണം. 5 കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അതിനെ അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് വിളിക്കാൻ കഴിയത്തുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം തന്നെ എടുക്കുകയാണ്. ഞാൻ അതിനു മുമ്പ് നിങ്ങൾക്ക് പേരുകളൊക്കെ അത് ചെറുതായി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. കാര്യം സെനൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് നമുക്കിവിടെ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത് എന്ന് ഓർക്കണം. ഇതിനെ ബിസിനസ് പർച്ചേസ് എന്ന് വിളിക്കാം, ബിസിനസ് പർച്ചേസ് എന്നും കൂടി ഓർക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ക്ലിയർ ചെയ്തോണം. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. ഓൾ ദ അസറ്റ്സ് ആൻഡ് ഓൾ ദ ലൈബിലിറ്റീസ്. എന്താണ്? ഓൾ ദ അസറ്റ്സ് ആൻഡ് ഓൾ ദ ലൈബിലിറ്റി ആർ ടു ബി ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. എല്ലാ അസറ്റുകളും എല്ലാ ലൈബിലിറ്റികളും ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. എവിടെ? ബൈ അമാൽഗമേറ്റിംഗ് കമ്പനി. ഏതാ അമാൽഗമേറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ? ദാണ്ട് ഇത്, ഇവരല്ലേ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ പറഞ്ഞിരിക്കുന്നത്?
അമാൽഗമേറ്റിംഗ് ആയ ഈ കമ്പനിയിൽ നിന്ന് അമാൽഗമേറ്റഡ് ആയിട്ടുള്ള കമ്പനിയിലേക്ക് എല്ലാ അസറ്റുകളും അതേപോലെ ലൈബിലിറ്റികളും എന്ത് ചെയ്യണം, കൈമാറ്റം ചെയ്തിരിക്കണം. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇൻ ദ കേസ് ഓഫ് നമ്മൾ പറഞ്ഞത് മെർജർ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആകണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാണ് ഓൾ ദ അസറ്റ്സ് ആൻഡ് ഓൾ ലൈബിലിറ്റി ആർ ടു ബി ട്രാൻസ്ഫേർഡ് ബൈ ആരുന്നാരേക്കാണ്, അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് അമാൽഗമേറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നേ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? എല്ലാ അസറ്റ്സുകളും ലൈബിലിറ്റികളും അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന്, ദാറ്റ് മീൻസ് അവിടെ ഡിസൊല്യൂഷൻ സംഭവിക്കുന്ന വെൻഡർ കമ്പനിയിൽ നിന്ന് എവിടേക്ക്, ഇവിടെ പറഞ്ഞ പർച്ചേസിംഗ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഓൾ അസറ്റ്സ് ആൻഡ് ഓൾ ലൈബിലിറ്റി ആർ ടു ബി ട്രാൻസ്ഫേർഡ് എവിടെയാണ്, അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് എവിടേക്ക്, ടു അമാൽഗമേറ്റഡ് കമ്പനിയിലേക്ക്. രണ്ടാമത് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ, എന്താ പറയുന്നത്, നോട്ട് ലെസ് ദാൻ, കുറയാൻ പാടില്ല. ഏതിനേക്കാൾ? 90% വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. ഷെയറുകൾ ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ എന്നുണ്ടല്ലോ, അതിൽ ഇക്വിറ്റി ഷെയർസ് 90% വാല്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയറിന് 90% കുറയാതെ എന്ത് ചെയ്തിരിക്കണം പറഞ്ഞാൽ, ഇക്വിറ്റി ഷെയർസ് എന്താ പറഞ്ഞാൽ, ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കണം നോട്ട് ലെസ് ദാൻ 90% വാല്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഇൻ എവിടെ, അമാൽഗമേറ്റിംഗ് കമ്പനി. ഏതാ അമാൽഗമേറ്റിംഗ് കമ്പനി? ഇത് അല്ലെ, ഈ അമാൽഗമേറ്റിംഗ് കമ്പനി അവരുടെ 90% വാല്യൂ ഓഫ് ഷെയർസും അതിൽ കുറയാതെ ഷെയർ ഹോൾഡിംഗ് ഉണ്ടാകണം. എവിടെ? ആർ റെഡി ടു ബിക്കം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ എവിടെയാണെന്ന് പറയുന്നു, അമാൽഗമേറ്റഡ് കമ്പനി. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ് പറയുന്നത്. ഡിസൊല്യൂഷൻ സംഭവിച്ചു പോയ വെൻഡറായ കമ്പനി അമാൽഗമേറ്റിംഗ് കമ്പനി എന്ന് വിളിക്കുന്നു. ഈ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ എന്താ പറയുന്നത്, 90% അവിടെ ഇക്വിറ്റി ഷെയർ, വാല്യൂ ഓഫ് ദി ഇക്വിറ്റി ഷെയർസും അല്ലെ ഷെയർ ഹോൾഡേഴ്സും നാളെ മുതൽ ഈ പറയുന്ന അമാൽഗമേഷന് ശേഷം ആരുടെ, ഇവിടെ ബിസിനസിനെ പർച്ചേസ് ചെയ്തിരിക്കുന്ന അമാൽഗമേറ്റഡ് കമ്പനിയുടെ ആരായി തീരണം, ഷെയർ ഹോൾഡേഴ്സ് ആയി തീരണം. 90% കണ്ടോ, ശതമാനമാണ് പറഞ്ഞത്. 90% വാല്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയി ആരുടെ ആയി മാറണം, പിന്നീട് ഇവിടെ എ എന്ന ലിമിറ്റഡിന്റെ ആയി മാറണം. അല്ലേ, ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ബിയുടെ 90% ആരാണ്, ഏറ്റവും പ്രധാനമാണ്, പ്രിഫറൻസ് അല്ല, ഇക്വിറ്റി റിയൽ ഓണേഴ്സ് എന്നറിയപ്പെടുന്ന ഇക്വിറ്റി ഷെയർസ് ആരുടെ ഭാഗമാകണം, എ എന്ന ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറണം. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. അപ്പൊ 1ഉം 2ഉം പറഞ്ഞു. എന്താ ഒന്നാമത്തത്? ഓൾ അസറ്റ്സ് ആൻഡ് ഓൾ ലൈബിലിറ്റി ആർ ടു ബി ട്രാൻസ്ഫേർഡ്, അല്ലെ, ട്രാൻസ്ഫർ ചെയ്യണം ബൈ എവിടുന്ന്, അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് അമാൽഗമേറ്റഡ് കമ്പനിയിലേക്ക്. നമ്പർ 2 എന്താ പറഞ്ഞത്? ഷെയർ ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 90%, 90% കുറയാതെ എന്ത് ചെയ്തിരിക്കണം, ഇക്വിറ്റി ഷെയർസ് എവിടെയാണ്, അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ 90% ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ആർ റെഡി ടു ബിക്കം, ആരായി തീരാൻ തയ്യാറാവണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ അമാൽഗമേറ്റഡ് കമ്പനിയുടെ. അപ്പൊ നാളെ മുതൽ ഈ 90% ആളുകളും എവിടുത്തെ റിയൽ ഓണേഴ്സ് ആയി മാറുന്നു, എ ലിമിറ്റഡ് എന്ന് പറയുന്ന, ഈ എക്സാമ്പിൾ പറഞ്ഞ പോലെ എ ലിമിറ്റഡ്, ഇന്നലെ വരെ ബി എന്ന് പറയുന്ന ലിമിറ്റഡിന്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്ന 90% കുറയാത്ത ആളുകൾ ഇവിടുത്തെ എ എന്ന ലിമിറ്റഡിന്റെ ആരായി തീരുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയി തീരുക. ഈ 2 കണ്ടീഷനാണ് ആദ്യം നാം പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ട ഭാഗം നമുക്കറിയാം. ഇവിടെ തന്നെ നോക്കുക, എ എന്ന് പറയുന്ന ഈ ബിസിനസ് പർച്ചേസ് ചെയ്ത കമ്പനി അല്ലെങ്കിൽ പർച്ചേസിംഗ് കമ്പനി വെൻഡർ കമ്പനി ആയിട്ടുള്ള ബിയെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇവിടെ സ്വാഭാവികമായും ഇവരുടെ അസറ്റുകൾ, ആദ്യത്തെ പോയിന്റ് കണ്ടീഷൻ നോക്കി, എല്ലാ അസറ്റുകളും ലൈബിലിറ്റികളും ബി എന്ന് പറയുന്ന അമാൽഗമേറ്റിംഗ് കമ്പനി എ എന്ന് പറയുന്ന കമ്പനി പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. അപ്പോ അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് അമാൽഗമേറ്റഡ് ആയ കമ്പനി, വെൻഡർ കമ്പനിയിൽ നിന്ന് പർച്ചേസിംഗ് കമ്പനി ഏറ്റെടുക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി അതിന് പകരമായി നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? അതേപോലെ ഇവിടെയുള്ള 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നാളെ മുതൽ എവിടെയായിരിക്കണം? എ ലിമിറ്റഡ് എന്ന് പറയുന്ന അമാൽഗമേറ്റഡ് ആയ കമ്പനിയുടെ, പർച്ചേസിംഗ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആയി തീരുകയും വേണം. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ എ എന്ന ഇവിടുത്തെ ബിസിനസ് പർച്ചേസർ ഈ അസറ്റും ലൈബിലിറ്റിയും ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി
ഈ ബിസിനസിനെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി എന്ത് കൊടുക്കേണ്ടി വരാം? ഒരു കൺസിഡറേഷൻ കൊടുക്കണം. പർച്ചേസ് ചെയ്ത ബിസിനസിന് കൊടുക്കുന്ന കൺസിഡറേഷൻ ആണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെ കൊടുക്കാം? നമുക്കറിയാം, ഒന്നെങ്കിൽ പൈസയായി കൊടുക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ ഷെയറുകളായി കൊടുക്കാം, അല്ലെ നമുക്ക് ഷെയറുകൾ തന്നെ ഇക്വിറ്റിയും പ്രിഫറൻസ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം, ഇവിടുത്തെ മൂന്നാമത്തെ കണ്ടീഷനകത്ത് ചില കാര്യങ്ങൾ പറയുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക്. പർച്ചേസ് കൺസിഡറേഷൻ ആരാർക്ക് കൊടുക്കുന്നതാണ്? ഇവിടെ പർച്ചേസിംഗ് കമ്പനി, അമാൽഗമേറ്റഡ് ആയ കമ്പനി അമാൽഗമേറ്റിംഗ് കമ്പനിക്ക് കൊടുക്കുന്നതാണ്. പർച്ചേസ് കൺസിഡറേഷൻ മസ്റ്റ് ബി, ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിലേക്ക് വരുന്നു, മസ്റ്റ് ബി എന്താണ്? ഡിസ്ചാർജ്ഡ്, കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഇൻ ഫോം ഓഫ്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ശ്രദ്ധിക്കൂ, ഇക്വിറ്റി ഷെയർസ് ആയിരിക്കണം. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എ ലിമിറ്റഡ് എന്ന് പറയുന്നത് പണം കൊടുത്താൽ ഒരിക്കലും ഈ മൂന്നാമത്തെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യത്തില്ല. എ എന്ന ലിമിറ്റഡ് ആയ അമാൽഗമേറ്റഡ് ആയ കമ്പനി അവരുടെ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കണം പർച്ചേസ് കൺസിഡറേഷനായി ബിക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്ക്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 49,000, ചെറിയൊരു പൈസ പറയാം, 49,000 രൂപയാണ്, 49,800 രൂപയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ചുമ്മാ വിചാരിക്കുക നിങ്ങൾ, ഞാൻ ചെറിയൊരു എമൗണ്ട് പറയുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കുഴപ്പം പറ്റും. എന്താ സംഭവം? ഷെയറുകളായി കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ലോട്ടുകളായിട്ടാണ്, ഓരോ ലോട്ടുകളായിട്ടാണ്. അപ്പൊ 100 ഷെയറുകളുടെ ലോട്ടാണ് അവരുള്ളത്. ഇവിടുത്തെ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാമെങ്കിൽ, ഇവർ ഈ ലോട്ട് അനുസരിച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും ഈ 49,800 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പർച്ചേസ് കൺസിഡറേഷൻ ഷെയറുകൾ കൊടുക്കാൻ കഴിയത്തില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്കറിയാം, ഒരു × 49 അടിക്കാമെങ്കിൽ എത്ര? നമുക്ക് ഒരു ലോട്ട് 100 ഷെയർ ആണ്. അങ്ങനെ 49 അടിക്കാമെങ്കിൽ 49,000, ശരിയല്ലേ? നമുക്ക് അവിടെ ഒരു 40, അപ്പൊ പെയ്ഡ് പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നത് ഇക്വിറ്റി ഷെയർസ് വേണം ഇവിടെ പർച്ചേസ് കൺസിഡറേഷനിൽ കൊടുക്കാൻ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താ എക്സാമ്പിൾ എടുക്കുന്നത്? ഉദാഹരണമായിട്ട് ഇവരുടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു 49,800 രൂപയാണെന്ന് വിചാരിക്കുക. 49,800 രൂപയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ കൃത്യമായ 49,800 രൂപയ്ക്ക് ഷെയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ലോട്ടുകളായിട്ടാണ് ഷെയറുകളുള്ളത്. ഒരു ലോട്ടിൽ 100 ഷെയറുകളാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെ 100 ഷെയറുകളാണ് ഉള്ളതെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഏകദേശം 49,000 രൂപയുടെ എന്ത് കൊടുക്കാൻ, നമുക്ക് ഷെയറുകൾ കൊടുക്കാൻ പറ്റും. അവിടെ ഒരു കുഴപ്പമുണ്ട്. 49,000 ഇക്വിറ്റി ഷെയറുകൾ നമ്മൾ കൊടുത്താൽ പ്ലസ് അവിടെ ഒരു 800 രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് വരുന്നുണ്ട്. ആ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ആയി കൊടുക്കാൻ കഴിയും. അപ്പൊ എന്താ പറഞ്ഞത്? പൂർണ്ണമായും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അമാൽഗമേറ്റഡ് ആയ കമ്പനി, പർച്ചേസിംഗ് കമ്പനി, അവരുടെ പർച്ചേസ് കൺസിഡറേഷൻ ആകുന്ന ആ പർച്ചേസ് കൺസിഡറേഷൻ പണമായി കൊടുത്താൽ പോരാ, അത് പൂർണ്ണമായി ഇക്വിറ്റി ഷെയർസ് തന്നെ കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ആ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. അപ്പൊ പർച്ചേസ് കൺസിഡറേഷൻ മസ്റ്റ് ബി ഡിസ്ചാർജ് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതൊരു ലോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കാം? പൂർണ്ണമായും നമുക്ക് ഷെയറുകൾ കൊടുക്കാൻ കഴിയാതെ വരുമ്പോ ബാക്കിയുള്ള ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു, അതിനെ ക്യാഷ് ആയി കൊടുക്കാം. അതുകൊണ്ടൊരു സെന്റൻസ് നോക്കുക, ഫ്രാക്ഷൻ ക്യാൻ ബി പെയ്ഡ് ഇൻ ക്യാഷ്. നിങ്ങൾക്കൊരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ, ചെറിയൊരു എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പണമായിട്ട് കൊടുക്കാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ കണ്ടീഷനോട് കൂടി 3 കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അല്ലെ, എന്തൊക്കെയാ പറഞ്ഞത്? പൂർണ്ണമായ അസറ്റ് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യണം അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് അമാൽഗമേറ്റഡ് കമ്പനി, വെൻഡർ കമ്പനിയിൽ നിന്ന് പർച്ചേസിംഗ് കമ്പനിയിലേക്ക്. അതുപോലെ തന്നെ വെൻഡർ കമ്പനിയുടെ 90% കുറയാത്ത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരുടെ ഷെയർ ഹോൾഡേഴ്സ് ആയി മാറണം? ഇവിടെ പർച്ചേസിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയി മാറണം. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ ഒരു അമാൽഗമേറ്റഡ് കമ്പനി അല്ലെങ്കിൽ പർച്ചേസിംഗ് കമ്പനി വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ പൂർണ്ണമായിട്ടും ഇക്വിറ്റി ഷെയറുകളായിരിക്കണം. അതിൽ എന്തെങ്കിലും ഫ്രാക്ഷൻസ് ഉണ്ട് എങ്കിൽ അതെന്ത് വിളിക്കാൻ നമുക്ക് ചെയ്യാം? അത് പണമായി കൊടുക്കാനുള്ളത് പറയുന്നു. എങ്കിൽ നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട 4ാമത്തെ പോയിന്റിലേക്ക് പോകാം. എന്താ? there must be an intention.
വളരെ കൃത്യമായ ഒരു ഇന്റൻഷൻ ഉണ്ടാവണം എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് കൃത്യമായ ചില ഉദ്ദേശം ഉണ്ടാവണം. എന്തുദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന അമാൽഗമേഷൻ നടക്കേണ്ടത്? ദർ മസ്റ്റ് ബി ആൻ ഇന്റൻഷൻ ഓഫ് അമാൽഗമേറ്റഡ് കമ്പനി. ആരാണ് അമാൽഗമേറ്റഡ് കമ്പനി? ഈ ബിസിനസ് പർച്ചേസ് ചെയ്ത പർച്ചേസിംഗ് കമ്പനിയാണ് അമാൽഗമേറ്റഡ് കമ്പനി എന്ന് വിളിക്കുന്നത്. ആ അമാൽഗമേറ്റഡ് ആയ കമ്പനിക്ക് എന്ത് വേണം? ഒരു ഇന്റൻഷൻ വേണം. എന്ത് ഇന്റൻഷൻ ആണ് വേണ്ടത്? ടു റൺ, ഏറ്റവും പ്രധാനമാണ്, ടു റൺ ദ ബിസിനസ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി. അപ്പൊ ഏതിനെ മുന്നോട്ട് കൊണ്ടുപോകണം? ഈ അമാൽഗമേറ്റിംഗ് ആയ കമ്പനിയെ മുന്നോട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ഇത്തരത്തിലൊരു അമാൽഗമേഷൻ നടത്തേണ്ടത്. അപ്പോ എ എന്ന് പറയുന്ന കമ്പനി ബി എ അബ്സോർബ് ചെയ്യപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായി നമ്മൾ അതിനെ പർച്ചേസ് ചെയ്തെടുക്കുമ്പോ അവിടെ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെ അവസാനിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ആകാൻ പാടില്ല. മറിച്ച് ഈ ഒരു ബിസിനസിന്റെ അസറ്റും ലയബിലിറ്റിയും ഒക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് ഒരു പുതിയ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ആ ഒരു ഇന്റൻഷനോട് കൂടി അവിടെ അമാൽഗമേറ്റിംഗ് ആയ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കണം, ബിസിനസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഈ പറഞ്ഞ അമാൽഗമേഷൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ദർ മസ്റ്റ് ബി ആൻ ഇന്റൻഷൻ ഓഫ് അമാൽഗമേറ്റഡ് കമ്പനി. ആരാണോ ഈ അമാൽഗമേറ്റഡ് ചെയ്തിരിക്കുന്ന കമ്പനി, ടു റൺ എന്താണ്? ദ ബിസിനസ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി ഈവൻ ആഫ്റ്റർ ദ അമാൽഗമേഷൻ. ഈവൻ ആഫ്റ്റർ ദ അമാൽഗമേഷൻ. അപ്പൊ അമാൽഗമേഷൻ ശേഷം ഇവര് എ ബി എന്ന ലിമിറ്റഡ് കമ്പനിയെ വെറുതെ ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി ആകാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ അടച്ചുപൂട്ടാൻ വേണ്ടി ആകാൻ പാടില്ല ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. മറിച്ച് എന്ത് ചെയ്യണം? ഇവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ആയിരിക്കണം തീർച്ചയായിട്ടും ഒരു അമാൽഗമേഷൻ എന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് അഞ്ചാമത്തെയും അവസാനത്തെയും പോയിന്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇതോടുകൂടി 5 കണ്ടീഷൻ ക്ലിയർ ചെയ്യണം. നമുക്ക് താഴോട്ട് കാണാൻ കഴിയുന്നത് കുറച്ച് മുകളിൽ വളരെ ചെറുതായിട്ട് എഴുതിയിരിക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങളത് ഒന്ന് മനസ്സിലാക്കി തന്നെ പോകണം. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് മനസ്സിലാക്കി പോകുക. എന്താണ് കണ്ടീഷൻ നമ്പർ 5 പറയുന്നത്? ദർ ഇസ് നോ നീഡ് ടു ഡു. ശ്രദ്ധിക്കുക, പറയുന്നത് എന്താ പറയുന്നത്? ദർ ഇസ് നോ നീഡ് ടു ഡു ദ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ ബുക്സ് ഓഫ് വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദ അമാൽഗമേറ്റിംഗ് കമ്പനി. അവിടെ നിൽക്കട്ടെ. അപ്പൊ അമാൽഗമേറ്റിംഗ് കമ്പനി ഏതാണ്? ഇവിടെ നമ്മൾ ബി പറഞ്ഞു. ഈ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ അസറ്റുകളും ലൈബിലിറ്റികളും ടേക്ക് ഓവർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഒന്നാമത്തെ കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷനിൽ പറഞ്ഞ പോലെ ഈ അസറ്റുകളും ലൈബിലിറ്റികളും നിങ്ങൾ അങ്ങനെ എടുക്കുമ്പോൾ, ടേക്ക് ഓവർ ചെയ്യപ്പെടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യണ്ട. ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു യൂണിഫോമിറ്റി കൊണ്ടുവരണമെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു അസറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിപ്രീസിയേഷൻ കാണുന്നതിന് എടുക്കാം. നമുക്കറിയാം എടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡിലാണ് ഇവർ ചെയ്തിരുന്നത്, ബി ചെയ്തിരുന്നത്. അവർക്ക് അവരുടെ ബുക്ക് വാല്യൂ കണക്കാക്കുന്നതിന് വേണ്ടി അവർ ചിലപ്പോൾ അതിന്റെ പോളിസി യൂണിഫോമിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരാം? ചിലപ്പോ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരാം. അവർ റിട്ടേൺ ഡൗൺ വാല്യൂ WDV മെത്തേഡിലേക്ക് പോകും. ഇങ്ങനെ ഒരു യൂണിഫോമിറ്റി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താൽ മതി. അതൊഴിച്ച് ബാക്കി ഒരു സാഹചര്യത്തിലും നിങ്ങൾ എടുക്കുന്ന അസറ്റുകളുടെയോ ലൈബിലിറ്റികളുടെയോ എന്ത് ചെയ്യണ്ട? അതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യണ്ട. There is no need to do the adjustment in the books of the value of asset and liability of the amalgamating company. So ഞാൻ സൂചിപ്പിക്കുന്ന ഇവരെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് അമാൽഗമേറ്റിംഗ് കമ്പനി? അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ അസറ്റ് ലൈബിലിറ്റികളുടെ വാല്യൂവിൽ നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ട. ഇനിയോ വൈൽ എപ്പോഴാണ്? ഇൻകോർപ്പറേറ്റിംഗ് ദോസ് ഇൻ ദ ബുക്സ് ഓഫ് ദ അമാൽഗമേറ്റഡ് കമ്പനി. അപ്പൊ അമാൽഗമേറ്റഡ് കമ്പനിയുടെ ബുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അസറ്റുകളുടെയും ലൈബിലിറ്റികളുടെയും ബുക്ക് വാല്യൂ ഒരു തരത്തിലുള്ള മാറ്റവും അഡ്ജസ്റ്റ്മെന്റും വരുത്താൻ പാടില്ല എന്നാണ് അർത്ഥം. അങ്ങനെ നിങ്ങൾ പാടില്ലെന്ന് പറയുമ്പോഴും ആലോചിക്കണം, ഒരു കമ്പനിക്ക് ഒരു പക്ഷെ ഒരു യൂണിഫോമിറ്റി ആവശ്യമായി വരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം? ആ പോളിസിയിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്താനും കൂടി ഒരു ചെറിയ ഒരു ഇളവ് നൽകിയിട്ടുണ്ട് എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ 5 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷനെ പറ്റി പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്
ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 ഇത് പറഞ്ഞിരിക്കുന്നത്. ആ 14 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 പറയുന്നതാണ് അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയെന്ന് പറഞ്ഞു. വെദർ ഏതാണ് പറഞ്ഞു, ഇൻ ദ നേച്ചർ ഓഫ് മെർജർ അല്ലെങ്കിൽ ഓർ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. അപ്പോൾ സ്വാഭാവിക അടുത്ത ചോദ്യമാണ്, എന്താണ് ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറഞ്ഞാൽ? ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൽ നിങ്ങൾ അമാൽഗമേഷൻ എന്ന പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കണ്ടീഷൻസുകൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന അമാൽഗമേഷൻ, പ്രത്യേകിച്ച് അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ, അക്കൗണ്ടിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ നേച്ചർ ഓഫ് മെർജർ എന്നറിയപ്പെടുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ, ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ ഇത് എന്തായി മാറുകയും ചെയ്യും? ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആയി മാറുകയും ചെയ്യും. അതാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് 5 പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, ഓൾ ദ അസറ്റ്സ് ആൻഡ് ഓൾ ലയബിലിറ്റീസ് ആർ ടു ബി ട്രാൻസ്ഫേർഡ് അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് അമാൽഗമേറ്റഡ് കമ്പനിയിലേക്ക്. രണ്ടാമത് പറഞ്ഞു, ഷെയർ ഹോൾഡേഴ്സ് നോട്ട് ലെസ് ദാൻ 90% വാല്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞു, ഷെയർസ് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കാര്യം ആർ റെഡി ടു ബിക്കം ദ എവിടെ അമാൽഗമേറ്റഡ് കമ്പനി. അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയി മാറാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നാളെ മുതൽ അവിടെ ആയിരിക്കണം അവർ 90% കുറയാത്ത ഷെയർ ഹോൾഡിംഗ് വേണ്ടത്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഇവിടെ പർച്ചേസിംഗ് കമ്പനി കൊടുക്കുന്ന കൺസിഡറേഷൻ, ആ പർച്ചേസ് കൺസിഡറേഷൻ പൂർണ്ണമായിട്ടും ഇക്വിറ്റി ഷെയർസ് വഴി തന്നെ കൊടുക്കണം, പണമായിട്ടല്ല കൊടുക്കേണ്ടത്. എന്നാൽ ചില സമയത്ത് നമുക്ക് അവിടെ എന്ത് വരാറുണ്ട്, ഫ്രാക്ഷൻസ് വരാറുണ്ട്. എങ്കിൽ ആ ഫ്രാക്ഷൻസിനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, ക്യാൻ ബി പെയ്ഡ് ഇൻ ക്യാഷ് ആയി കൊടുക്കാം. നാലാമത്തെ കണ്ടീഷൻ പറയുന്നത്, ദെയർ മസ്റ്റ് ബി ആൻ ഇന്റൻഷൻ ഓഫ് ദ അമാൽഗമേറ്റിംഗ് അപ്പൊ അമാൽഗമേറ്റഡ് ആയ കമ്പനിക്ക് ഒരു ഇന്റൻഷൻ വേണം, ഒരു ഉദ്ദേശം വേണം. എന്തുദ്ദേശമാ? ടു റൺ ദ ബിസിനസ് ഓഫ് ദ അമാൽഗമേറ്റിംഗ് കമ്പനി. നിങ്ങൾ ഈ പർച്ചേസ് ചെയ്യുന്ന അമാൽഗമേറ്റിംഗ് കമ്പനിയെ, നിങ്ങൾ ഈ ഡിസൊല്യൂഷൻ ചെയ്യുന്ന അമാൽഗമേറ്റിംഗ് കമ്പനിയെ എന്ത് ചെയ്യണം? അത് നിങ്ങൾ റൺ ചെയ്യാനാണ്, മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്ന് ഉറപ്പുവരുത്തണം. ഈവൻ ആഫ്റ്റർ ദ അമാൽഗമേഷൻ. അതുകൊണ്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആയി പോകുന്നു. Last one but not least, there is no need to do the adjustment in the books of value of the asset and liability of amalgamating company. Amalgamating companyയുടെ books of പറയുന്ന അസറ്റുകളിൽ എന്തെങ്കിലും ഒരു യൂണിഫോമിറ്റി വരുന്ന സാഹചര്യത്തിൽ, അതിന്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നത്. അതർവൈസ് നമ്മൾ നോർമലി എന്ത് ചെയ്യാറില്ല, അമാൽഗമേറ്റിംഗ് ചെയ്യുന്ന കമ്പനിയുടെ അസറ്റ് ലൈബിലിറ്റികളെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വൈൽ ഇൻകോർപ്പറേറ്റിംഗ് ദോസ് ഇൻ ദ ബുക്സ് ഓഫ് ദ അമാൽഗമേറ്റഡ് കമ്പനി. അപ്പൊ 5 കണ്ടീഷൻസുകൾ നിങ്ങൾ പഠിക്കാമെങ്കിൽ ഈ 5 കണ്ടീഷൻസ് അറിയുന്നവർക്ക് വളരെ വേഗം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണ് പിടികിട്ടും. ഇപ്പൊ ഇതിനെല്ലാം ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ചാൽ എന്ത് പർച്ചേസ് ആയിരിക്കും. അതിനർത്ഥം എല്ലാ അസറ്റ് ലൈബിലിറ്റിയും ഏറ്റെടുക്കപ്പെടുന്നില്ല എങ്കിൽ അത് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആകാം. രണ്ടാമത് പറയുന്നത് 90% കുറയരുതെന്നാ പറഞ്ഞത്. അപ്പോ കുറഞ്ഞാൽ താഴെ വന്നാൽ 80-70% അത് മെർജർ അല്ല, അത് പർച്ചേസ് ആയിരിക്കും. അതേപോലെ പർച്ചേസ് കൺസിഡറേഷൻ മറ്റ് ഏതെങ്കിലും രീതിയിൽ പണമായിട്ടാണ് പൂർണ്ണമായി കൊടുക്കുന്നതെങ്കിലും അത് ഏതാകും, മെർജർ ആവത്തില്ല, അത് എന്തായിലേക്ക് പോകും, ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആകും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരു ബിസിനസിനെ ഇത്തരത്തിൽ ഏറ്റെടുക്കുന്നത് അത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നിങ്ങൾ മുന്നോട്ട് അത് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അത് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആയി മാറും. അതുപോലെ നിങ്ങൾ ഏറ്റെടുക്കപ്പെടുന്ന അസറ്റുകളും ലൈബിലിറ്റികളിലും ഒക്കെ ബുക്ക് വാല്യൂ വലിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുന്നുണ്ടെങ്കിലും ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആയി മാറും. അപ്പോ ഈ 5 കണ്ടീഷൻസ് ആണ് ആദ്യ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. വൃത്തിയായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ആദ്യ പാർട്ടിൽ പറഞ്ഞത് എന്താണ് അമാൽഗമേഷൻ, എന്താണ് അബ്സോർപ്ഷൻ, എന്താണ് എക്സ്റ്റേണൽ റീകൺസിഡറേഷൻ, ചെറുതായിട്ട് നമ്മളൊരു ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ അക്കൗണ്ടിങ് എങ്ങനെയാണ് പറയുന്നത്. അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ അക്കൗണ്ടിങ് പോകുന്നത്. അതിൽ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൽ 5 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്നും ആ 5 കണ്ടീഷനെ വിശദമാക്കുകയുമാണ് ഈ ക്ലാസ്സിൽ ചെയ്തത്. അപ്പൊ ഈ ക്ലാസ് ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ കുട്ടികൾക്കും എന്റെ ഹൃദയംഗമായ JT കൊമേഴ്സിന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ
മടി കൂടണ്ട. നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾക്ക് ഏത് സംശയവും നിങ്ങൾക്ക് കമന്റായി ചെയ്യാം, അതിനകത്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ കൊണ്ട് കഴിയുന്നതൊക്കെയാണ്. ഓക്കെ, ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ടിന് തിരിച്ച് നിങ്ങളിൽ നിന്ന് തരേണ്ട ഏറ്റവും വലിയ കാര്യം മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക. മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരോടൊക്കെ പറയുക, അങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, പ്രോബ്ലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. അപ്പം എല്ലാവരും നിലവിൽ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അവരെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും നമ്മുടെ വീഡിയോകൾ ഓരോന്ന് കാണുകയും അതിന് സ്ഥിരമായി അഭിപ്രായം പറയുന്ന കുറെ ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ ഹൃദയത്തിൽ നിന്ന് തീർത്തും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും കാണുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു പോർഷനുമായി നമുക്ക് കാണും. ഇതിന്റെ അടുത്ത മറ്റ് പാർട്ടുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. +2 ചാപ്റ്ററുകൾ രണ്ടാമത്തെ കടന്നു പോകുന്നു. ബിസിനസ് സ്റ്റഡീസ് ഒന്നാമത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ട്, അത് മുന്നോട്ട് പോകുന്നുണ്ട്. ബികോം നമ്മൾ 3rd സെമ്മിന്റെ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദെൻ നമ്മളിപ്പോൾ ഇന്ന് 4ാം സെമ്മിലെയും അതുപോലെ CA ഉൾപ്പെടെ വരുന്ന ഭാഗമായ അമാൽഗമേഷൻ അബ്സോർഷന്റെയും ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഒരേ സമയത്ത് കൊണ്ടുപോവുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി JT കൊമേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, ജേക്കബ് തിരുവരുത്ത്.